നിങ്ങൾ പറഞ്ഞ മാതിരി ഞാൻ ട്രൈപാഡ് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് അത്ര ഇതില്ല, അതുകൊണ്ടാണ് ഞാൻ വെക്കാത്തത്. സുഖമില്ലാതെ കിടന്നുണ്ട് കുറച്ച് ഞാൻ വയ്യാണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ പണിയെടുക്കാനൊന്നും ആവില്ല. പിന്നെ ഞാൻ വളരെ സൈലൻ്റ് ആവും. വീഡിയോ എടുക്കുമ്പോൾ മാത്രമല്ല നിങ്ങളെ ഹാപ്പിയോടുകൂടി കാണുന്നത്. പിന്നെ നമ്മുടെ മനസ്സ് തകർക്കുന്നവരൊന്ന് ഓർക്കുക, തിരിച്ചും അടി ഉണ്ടാവും അല്ലേ. തിരിച്ചവർക്ക് ദൈവം കൊടുത്തിരിക്കും ഒരു കാലത്ത്. അവരായിരിക്കും ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണെന്ന്. പിന്നെ ഒരു ലൈഫിലേക്ക് പോകുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇപ്പം അവർ ഹാപ്പി ആയിരിക്കാം, ഇപ്പോൾ തുടങ്ങിയിട്ടൊക്കെ ഇല്ലേ ഉള്ളൂ. പിന്നെ ഒരാളെ കുത്തിവേനിക്കുമ്പോൾ ഓർക്കണം തിരിച്ചും ആടി വരുമെന്നുള്ളത്. പിന്നെ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ചിന്തിക്കുന്നത്, കല്യാണം കഴിയാത്ത പെണ്ണാണെങ്കിലും ഒറ്റയ്ക്ക് അവളുടെ ഇതിനായിട്ട് പഠിത്തത്തിൻ്റെ ആവശ്യത്തിനായിട്ടോ ഇല്ലെങ്കിൽ അവളുടെ ജോലി സംബന്ധമായിട്ടോ എന്തെങ്കിലും ആവശ്യത്തിന് അവൾ പറയുന്നില്ല. ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഈ അറിയാത്തവർ ജോലിക്ക് വരുന്നവരുള്ള ഗോസിപ്പാണ്. എന്തായിരിക്കാം ഇവൾ ഒറ്റയ്ക്ക് വന്ന് താമസിക്കുന്നത്? വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയതാണോ? ചിലപ്പോൾ വീട്ടിൽ ചില പ്രശ്നങ്ങളായിരിക്കാം, പാരൻസിനോട് ഇഷ്ടമില്ലാത്തവരായിരിക്കാം, ചില പാരൻസിനായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉള്ളവരായിരിക്കാം, ചില പാരൻസൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവർ പ്രശ്നങ്ങൾ തുറന്ന് ചിലപ്പോൾ പറയുന്നുണ്ടാവില്ല. കുറേ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറയാത്തവരായിരിക്കും, ചിലപ്പോൾ തുറന്ന് പറയുന്നവരായിരിക്കും. ഗസ് ചെയ്യുന്നവരുടെ കൂട്ടൽ ചിന്ത ഇങ്ങനെയാണ്. പിന്നെ ചിലപ്പോൾ അവൾ എന്തോ ചെയ്തിട്ടായിരിക്കും വീട്ടുകാർ ഇറക്കി വിട്ടേക്കുന്നത്. ഇനി കല്യാണം കഴിഞ്ഞൊരു പെണ്ണ് അവളെ ഇഷ്ടത്തിന് അടക്കുകയാണെങ്കിൽ, ഹസ്ബൻഡുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളാണ് എന്ന് പറയുകയാണെങ്കിൽ, ഹസ്ബൻഡുമായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളാണ്, അയാൾ സ്നേഹിക്കുന്നില്ല. സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരേ ഇതാണ്, ഇവളെ കയ്യിരിപ്പ് കാരണം എന്നവർ എഴുതി തള്ളി. സ്വന്തം ജീവിതത്തിൽ ഇറങ്ങി നോക്കണം, അപ്പം മനസ്സിലാവും. ജീവിതം മുന്നോട്ട് കിടക്കയല്ലേ, ജീവിക്കുമ്പോൾ അറിയാൻ പറ്റും. മനസ്സിലായോ? ഇങ്ങനെ പറയുന്നവർക്ക് തീർച്ചയായിട്ടും ദൈവം ആ ഒരു സിറ്റുവേഷൻ കൊണ്ടുകൊടുത്തിരിക്കും. അപ്പോൾ ഞാനൊന്ന് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ പ്രശ്നങ്ങൾ ആരോടും പറയാണ്ടിരിക്കുക. ആരോടും പറഞ്ഞിട്ട് ഇവരാരും നമുക്കൊന്നും കൊണ്ടുതരാൻ പോണില്ല. ഞാൻ പിന്നെ പൊട്ടയാട്ടോ. എന്നെ ഒരു മിനിറ്റ് ഒരാൾ പിടിച്ചിരുത്തിയാൽ ഞാനിങ്ങനെ കീ കൊടുക്കുന്ന പാവയാണ് കേട്ടോ. കീ കൊടുക്കുന്നത് പോലെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, സ്റ്റോപ്പില്ല. പണ്ട് ഞാൻ അങ്ങനെയല്ല. ഞാൻ ഒരു കാര്യം സിബിട്ട് വെച്ച പോലെയാണ്, പറയില്ല. എൻ്റെ ബന്ധുക്കളോടല്ലാണ്ട്. ഞാൻ പറയില്ല, എൻ്റെ കസിൻസ്, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ സർക്കിളിൽ നിൽക്കുന്നവരോടല്ലാണ്ട് പുറത്ത് ഒരാളോട് ഞാൻ പറയില്ല. പക്ഷെ 3 വർഷമായിട്ട് അങ്ങനെയല്ല. ഞാൻ ഉള്ളിലുള്ള എല്ലാം പുറത്ത് പറയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കിട്ടുന്നതൊക്കെ തിരിച്ചടികളാണ്. നമ്മൾ മനസ്സിലാക്കിയിട്ടും ഒരു മാസമല്ല, 2 മാസമല്ല, വർഷങ്ങളോളം കൂടെ നിന്നിട്ട് മനസ്സിലാക്കിയിട്ട് അടി കൂടെ ഞാൻ കുത്തൂലേ, ഇങ്ങനെ ടിഷ്യൂ പറഞ്ഞ് കുത്തുന്നില്ലേ, അങ്ങനത്തെ ടീമുകളാണുള്ളത്. മനസ്സിലായോ? നമ്മൾ 2 കൊല്ലം ഈ ചിരിച്ച മുഖത്തോടും കൂടി ഒരു ശല്യവും ഇല്ലാണ്ട് ജീവിക്കുന്നു. ആർക്കും ഒരു ശല്യം ഇല്ലാണ്ട് നമ്മളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പോട്ടെ, ഞാൻ ഹെൽപ്പ് ചെയ്തില്ല, പണ്ടാരം പോട്ടെ. ആരെങ്കിലും ഞാൻ ഉപദ്രവിക്കുന്നുണ്ടോ? നിങ്ങളൊരു ഡ്രസ്സ് ഇട്ട് വരുമ്പോൾ ഇത് എന്ത് ഡ്രസ്സാ, ഇത് എന്തിനു കൊള്ളാം, ഇതൊക്കെ മോശമല്ലേ, ഇങ്ങനെ പറയുന്നുണ്ടോ? ഞാൻ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കില്ല. നല്ല ഡ്രസ്സ് ഇട്ട് നല്ലതായിട്ട് എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ടൈപ്പില്ല. ഞാൻ അങ്ങനത്തെ ടൈപ്പാണ്. ചില ഐറ്റങ്ങളല്ല അങ്ങനെയല്ല. സ്വന്തമായിട്ടും അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ട് വരും കേട്ടാ. വേറെ ആരെങ്കിലും ഇട്ട് വന്നാൽ എന്തിനു കൊള്ളാം, ഇവർക്ക് നാണമില്ല ഇങ്ങനെ ഇട്ട് വരാൻ. സ്വന്തമായിട്ട് ഇങ്ങനെ ഡീപ്പ് നെക്കും അങ്ങ് ഷോർട്ട് മുട്ടിൻ്റെ മുകളിൽ നിൽക്കുന്നതൊക്കെ ഇടും. പക്ഷെ വേറെ ആരെങ്കിലും ഇട്ട് വന്നാൽ ഇവളെന്തിനാ ഇങ്ങനെയൊക്കെ ഇട്ട് വന്നാൽ, ഇവർക്ക് നാണമില്ലേ, ഇവർക്ക് നാണം ഉണ്ടാ ഇങ്ങനെ ഇട്ട് വരാൻ. സ്വന്തമായിട്ട് എന്തും ചെയ്യാം, മറ്റുള്ളവർ ചെയ്യാൻ പാടില്ല. ഇതെന്ത് റൂൾസാണ്? ചില ആൾക്കാർ അങ്ങനെയുണ്ട്. നിങ്ങളാലേക്ക് നിങ്ങളെ വീട്ടിൽ ആരും അങ്ങനെ ഇടുന്നില്ലേ എന്ന് ചിന്തിക്കുക. നിങ്ങളുടെ മക്കള് ഇങ്ങനെ പറയുന്നവരുടെ വീട്ടിൽ ആരും അങ്ങനെ ഇടാൻ പാടില്ല. ഇടുന്നുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് വേണം പറയാനായിട്ട്. എനിക്കെന്തും ആവാം, എനിക്കെന്തും ചെയ്യാം, പക്ഷേങ്കിൽ വേറെ ആർക്കും ചെയ്യാൻ പാടില്ല. പിന്നെ എൻ്റെ വീട്ടിലുള്ളവരാരും ഇങ്ങനെ വേറെ രീതിയിലുള്ള ഇതൊന്നും കാണൂല. TV കാണൂല, പാട്ട് കേൾക്കൂല. അയ്യോ, TV കാണുമ്പോൾ അവരൊക്കെ കണ്ണ് പൊത്തും. TV ഒരു സോങ്, ഹിന്ദി സോങ് കെട്ടിപ്പിടിക്കുന്ന ഒരു സീനൊക്കെ കാണുമ്പോൾ അവരൊക്കെ കണ്ണും പൊത്തിയിരിക്കും. അവർ കാണേയില്ല. അങ്ങനത്തെ ടീമുകളാണ് പറയുന്നതൊക്കെ. ഡയലോഗ് കേട്ടാൽ ഞങ്ങൾ വൾഗറായിട്ടുള്ള ഒന്നും കാണൂല. പക്ഷേങ്കിൽ
മൊബൈൽ 24 മണിക്കൂർ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും. മൊബൈലിൽ അറിയാത്ത രഹസ്യങ്ങളൊന്നും അവർക്കില്ല. മൊബൈലിനെ കുറിച്ച് ഏതൊട്ട് ഇസഡ് വരെ അവർക്കറിയാം. എല്ലാ കള്ളത്തരങ്ങളും അറിയും. ഇമാതിരിയാണ് ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ്.